കുറേ പേരെ കാണിച്ചു തരാം കേട്ടോ. ഇന്ന് അവധി ആയതുകൊണ്ട് എല്ലാം എണ്ണം വട്ടം കുഴിയിരിപ്പുണ്ട്. വീഡിയോ എടുക്കോ? വീഡിയോ അവിടെ നിൽക്കടാ, നിൽക്കടാ അവിടെ. ഇങ്ങോട്ട് സൈക്കിളൊക്കെ എന്തി? ഇങ്ങോട്ട് വാടാ, ഇവനെ കൊണ്ടല്ലോ നാശം. പണ്ട് ഞങ്ങൾ ഇതുപോലെ ആയിരുന്നു കേട്ടോ. ഹായ് കൊടുത്തേ. ഞങ്ങളിങ്ങനായിരുന്നു പണ്ട്. ഞങ്ങൾ അവിടെ പാറ ഉണ്ടല്ലോ, പാറ എല്ലാവരും കൂടെ അവധിക്ക് കയറിയിരിക്കും, കാര്യം പറയും, അങ്ങനെ 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 അടിച്ചു പൊളിയായിരുന്നു. പേര് പറ, പേര് പറ. ആ അഭിഷേക്. ആ ശ്രീജു. അമൽരാജ്. നിന്റെ പേരെന്ത് പറ? നിന്റെ പേര് അറിയത്തില്ലല്ലോ. ദേവു ദേവു എന്നല്ല അറിയത്തുള്ളൂ, ശ്രേയ ശ്രേയ എന്നറിയത്തില്ല. ഞാനാണെങ്കിൽ വെറുതെ വണ്ടി വെയിലത്തിരിക്കുന്നു കേട്ടോ. ഇന്ന് ലീവ് എടുത്തു. വണ്ടി വെറുതെ അല്ലല്ലേ വെയിലത്തിരിക്കുന്നു. ഞാൻ അതിന് വണ്ടി എടുത്തു വെക്കാൻ വന്നതാണ്. നമ്മുടെ ഇവിടെ ഒരു തോടൊക്കെ ഉണ്ടേ. സൗണ്ട് കേൾക്കാവോ? ഇതാണ് നമ്മുടെ തോട്. ഞാൻ ഇടയ്ക്ക് നനയ്ക്കാനൊക്കെ പോകും. ഇവിടെ നമ്മുടെ ഒരു ചെറിയ വഴിയാണ് കേട്ടോ. നമ്മുടെ വീട്ടിൻ്റെ അവിടോട്ട് പോകുന്ന ഒരു ചെറിയ വഴിയാണ്. ചുമ്മാ ഒരു രസം ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച്. ഒത്തിരി നാളായില്ലേ വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അക്കരെ കാണാൻ നല്ല രസമാണ്. അല്ല, മരങ്ങളും തോടും ഒക്കെയുള്ള. ഇത് പിള്ളേരുടെ സൈക്കിൾ കേട്ടോ. ഞാൻ റീലെടുക്കുമായിരുന്നു. നമുക്ക് റീലിനകത്ത് ഉണ്ടല്ലോ പിള്ളേരുടെ സൈക്കിളിൽ വിടുന്ന ഷോർട്സ് ഉണ്ട്. അപ്പം അങ്ങനെ ഇറങ്ങിയതാണ്. അപ്പം ഞാൻ ഓർത്ത് ഇവിടൊക്കെ ഒന്ന് വീഡിയോ എടുത്തേക്കാമെന്ന് വിചാരിച്ചു. ദേവൻ്റെയൊക്കെ സൈക്കിൾ വെക്കുന്നു ഇവിടെ കേട്ടോ. കണ്ടോ? പിന്നെ എന്താണ് ഓടുന്നത്? അവരാണെങ്കിൽ അവധി ദിവസമൊക്കെ ഇങ്ങനെ കേട്ടോ. മൊബൈലിനകത്തിലൊക്കെ ഒത്തിരി കയറി ഇരിക്കുക. അവർക്ക് എന്റർടൈൻമെന്റ് അല്ലേ. ഇത് മാറും എന്തുവാടാ? ശ്രീകുട്ടനാണ് വഴക്ക് ഇവരോട് എല്ലാവരും. ഇങ്ങനെ ഓരോ പ്രശ്നം ഉണ്ടാക്കും. ഇത് നമ്മുടെ തോട്. ഇപ്പൊ വെള്ളം കുറവാണ്. ഞാൻ ഇവിടെ ആണ് തുണി നനയ്ക്കാൻ. എടാ ഇവിടെ ആരുണ്ട്? ഇവിടെ ആരുമില്ല. ഇവനെല്ലാം തുറന്നിട്ടേക്കുന്ന കഥകെല്ലാം ചാരി കിട്ടുമോ? ഞാനേ ഇവിടെ നിൽക്കുമായിരുന്നു. ഇവന്മാരുടെ റീലെടുക്കാനെ കൊണ്ട് വിളിച്ചതാണ്. രസമല്ലേ? ഇവിടെ എല്ലാവർക്കും കുറേ ചെടികളുണ്ട് കേട്ടോ. സാധാരണ ചെടികൾ, നോർമൽ ചെടികൾ ഉണ്ട്. ചെല്ലമ്മേ പോയി. ഇവിടെ ചെടിയുണ്ട് കേട്ടോ. വരൂ, ഞാൻ വീഡിയോ എടുക്കുക. വീഡിയോ ഒരു പൂവുണ്ടോ ഇവിടെ? പോയില്ല. എല്ലാവരും കൂടെ ചുമ്മാ ചാട്ടോ. പിന്നെ മൊബൈലിനകത്ത് കുത്തിക്കൊണ്ടിരിക്കാതെ. ഞാനേ ഒരു പൂ കാണിക്കാം. റോസാപ്പൂ കേട്ടോ. ഇവിടെ ചെല്ലമ്മയുടെ കളക്ഷനാണ്. ഇത് ചെല്ലമ്മയുടെ വീടാണ് കേട്ടോ. ചെല്ലമ്മയെന്ന് പറഞ്ഞാൽ ചേട്ടൻ്റെ അമ്മയുടെ ചേട്ടത്തിയാണ്. ഈ അമ്മയാണ് എനിക്ക് കൂട്ടൊക്കെ വന്ന് നേരത്തെ നിൽക്കുന്നത്, ചേട്ടനിവിടെ ഇല്ലാത്തപ്പോഴേക്കെ. പിന്നെ ഈയിടയ്ക്ക് ഞങ്ങൾ ഒറ്റയ്ക്കായപ്പോഴും കുറേ ദിവസം ഞങ്ങൾക്ക് കൂട്ട് ഈ അമ്മയായിരുന്നു കേട്ടോ. പൂക്കെ ഇട്ട് കുറേ കളക്ഷൻ ഉണ്ട് കേട്ടോ. അതാണ് ചെല്ലമ്മയമ്മ. ഇവിടെ സ്റ്റാറൊക്കെ ഇട്ടുണ്ട് കേട്ടോ. നമ്മൾ സ്റ്റാർ ഇട്ടില്ല. സ്റ്റാറൊക്കെ വാങ്ങിച്ചത് ഇരിപ്പുണ്ട് കഴിഞ്ഞ വർഷത്ത്. പക്ഷെ ഇട്ടില്ല. എന്തോ എനിക്ക് ഇടാൻ തോന്നിയില്ല. അവർ പറയുന്നു നാളെ ഇടണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഞാൻ ഈ സ്റ്റാൻഡ് ഉള്ളതുകൊണ്ട് ഇങ്ങനെ പിടിച്ചുകൊണ്ട് നടക്കും കേട്ടോ. വീഡിയോ ഒക്കെ എടുക്കാനൊക്കെ ഉണ്ട്. ഫേസ്ബുക്കിലും ഒക്കെ റീലിടുമ്പോഴേ ഇങ്ങനെ ഇത് പിടിച്ചുകൊണ്ടാണ് വീഡിയോ എടുക്കുന്നത്. ഇത് സൗകര്യം കേട്ടോ. അന്ന് ഇതിന് 999 രൂപയായിരുന്നു വില. ഇത് കുറേ വർഷമായി വാങ്ങിച്ചിട്ട്. ഒരു 1.25 വർഷമൊക്കെ വാങ്ങിച്ചിട്ട്. ഞങ്ങൾ ടൗണിനടുത്താണ് എങ്കിലും ഒരു നാട്ടിൻ പ്രദേശമാണ് ഞങ്ങളുടെ കേട്ടോ. കാടൊന്നുമല്ല തോന്നും.
കാടന്നൊക്കെ, പക്ഷെ കാടല്ല സിറ്റിക്ക് അടുത്താണ്, പത്തനംതിട്ട ടൗണിനടുത്താണ്. പക്ഷേ എന്താണ് പറയുന്നത്, കുറച്ച് ദൂരമുണ്ട്. ഇത് മാമൻ്റെ ഒക്കെ വീടാട്ടോ. കപ്പപ്പടലുണ്ടല്ലോ, മധുരക്കിഴങ്ങ്, അത്. ഇവിടെ ഒരു ചീമപ്പുളിയുണ്ട്, ഞാൻ കുറച്ച് ചീമപ്പുളി പറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ, ചെറിയൊരു വീഡിയോ.